നമസ്കാരം. ഗൾഫ് മേഖലയിൽ പ്രവാസികളുടെ പറുദീസയാണ് UAE. നമുക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷാവർഷങ്ങളായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ UAE പോയി ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ രക്ഷപ്പെട്ട കഥ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. എന്നാൽ ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ UAE-യിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പ്രവാസി തൊഴിലാളികളുടെ ആശാകേന്ദ്രമായ UAE-യിലെ തൊഴിൽ ചൂഷണങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അതീവ ഗൗരവമായ ഒരു വിഷയമാണത്. UAE-യിൽ തൊഴിലാളികൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് വലിയ ആശങ്ക ഉയർത്തുന്നത്. ഈ വർഷം സെപ്റ്റംബർ വരെ മാത്രം മന്ത്രാലയത്തിന് ലഭിച്ചത് 12,000-ത്തിലധികം പരാതികളാണ്. നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, ഉയർന്ന ജീവിത ചെലവ് മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദം, ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവയാണ് പല തൊഴിലാളികളെയും ചൂഷണത്തിന് അടിമകളാക്കുന്നത്. വർദ്ധിച്ച മത്സരം മുതലെടുത്ത് കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ തൊഴിലുടമകൾ നിർബന്ധിക്കുമ്പോൾ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഈ ഗുരുതരമായ വിഷയത്തിന്റെ വിവിധ മാനങ്ങളും തൊഴിലാളികൾക്ക് നിയമപരമായി ലഭ്യമായ പ്രതിവിധികളും ഒക്കെ പ്രവാസികൾ മനസ്സിലാക്കി വെക്കണം. തൊഴിലാളി ചൂഷണം ഒരു രീതിയിലും അനുവദനീയമായ ഒരു കാര്യമല്ല. തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വലിയ വർധനമാണ് ഉണ്ടാക്കുന്നത്. തൊഴിൽ ചൂഷണം വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജ്ഞതയാണ് ആദ്യത്തെ കാരണം. പുതിയ നിയമങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്ത തൊഴിലാളികളെ കമ്പനികൾ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് സാമ്പത്തിക സമ്മർദ്ദം. ഉയർന്ന ജീവിത ചെലവ് കാരണം ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം മൂലം പല തൊഴിലാളികളും ചൂഷണം സഹിച്ചു നിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. മൂന്നാമത്തേത് വർദ്ധിച്ച മത്സരം. ജോലി തേടുന്നവരുടെ എണ്ണം അനുദിനം കൂടുന്നത് മുതലെടുത്ത് കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ തൊഴിലുടമകൾ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്നുണ്ട്. ചൂഷണം നേരിടുന്നവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രാലയം ഉറപ്പു നൽകുന്നു. ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ചാണ് 12,000-ലേറെ പരാതികൾ വിവിധ മേഖലകളിൽ നിന്നും മന്ത്രാലയത്തിന് ലഭിച്ചത്. 61% പരാതികളും മന്ത്രാലയത്തിന്റെ കോൾ സെന്റർ വഴിയാണ് ലഭിച്ചത്. വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെയും ഒക്കെ പരാതിപ്പെട്ടതും നിരവധി പേരാണ്. തൊഴിൽ ചൂഷണം നേരിടുന്ന പ്രവാസികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ UAE-യുടെ നിയമങ്ങളിൽ ധാരാളം വഴികളുണ്ട്. ആദ്യത്തേത്, ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ UAE തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ച ഔദ്യോഗിക തൊഴിൽ കരാർ അഥവാ മൊഹ്റ കോൺട്രാക്ട് നിർബന്ധമായും വായിച്ച് മനസ്സിലാക്കുക. വാഗ്ദാനം ചെയ്ത ശമ്പളവും യഥാർത്ഥ കരാറിലെ ശമ്പളവും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തേത്, നിങ്ങളുടെ പാസ്പോർട്ടോ എമിറേറ്റ്സ് ID-യോ തൊഴിലുടമയെ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ്. ഇത് നിയമപരമായി കുറ്റകരമാണ്. മൂന്നാമത്തേത്, ശമ്പളം വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്താൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, കമ്പനിയുമായുള്ള ഇമെയിൽ, മെസ്സേജ് കൈമാറ്റങ്ങൾ എന്നിവ തെളിവായി സൂക്ഷിക്കുക. തൊഴിൽ ചൂഷണം, ശമ്പളം നിഷേധിക്കൽ, അന്യായമായി പിരിച്ചുവിടൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ UAE-യുടെ തൊഴിൽ മന്ത്രാലയത്തിൽ ഓൺലൈൻ വഴിയോ കോൾ സെന്റർ വഴിയോ ഒക്കെ പരാതി നൽകുക. പരാതി നൽകുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായിരിക്കും. പൊതുജനങ്ങൾക്കും തൊഴിൽ ചൂഷണം കണ്ടാൽ പരാതി നൽകാവുന്നതാണ്. വ്യാജ സ്വദേശിവൽക്കരണം, കൂടുതൽ സമയം ജോലിക്ക് നിർബന്ധിക്കുക, വാർഷിക അവധി ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, ഔദ്യോഗിക രേഖകളില്ലാത്ത തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുക, തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ നിയമലംഘനം, മനുഷ്യക്കടത്ത്, തൊഴിലാളികളെ പീഡിപ്പിക്കുന്നത് എന്നിവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ പരാതി നൽകിയാൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രാലയം ഉറപ്പ് നൽകുന്നുണ്ട്. ഓരോ തൊഴിലാളിയും തങ്ങളുടെ ഔദ്യോഗിക കരാർ പരിശോധിച്ച് ഉറപ്പാക്കണം. ഈ പല പ്രവാസികളും ഔദ്യോഗിക കരാറ് കൃത്യമായി വായിച്ചു മനസ്സിലാക്കുകയോ അതിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ വർദ്ധിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളിൽ പോയി ചാടും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ അതിനെതിരെ പ്രതികരിക്കാനോ നിയമ നടപടി തേടാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തൊഴിൽ കരാർ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അത് വായിച്ച് കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇനി ചിലടത്ത് പാസ്പോർട്ടോ എമിറേറ്റ്സ് ID-യോ ഒക്കെ തൊഴിലുടമയെ ഏൽപ്പിക്കുന്നത് കാണാറുണ്ട്. ഇത് നിയമപരമായി കുറ്റകരമാണെന്ന് പ്രവാസികൾ മനസ്സിലാക്കണം. ശമ്പളപരമായ തെളിവുകൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നിയമ നടപടികൾക്ക് ആവശ്യമാണ്. അത് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കോടതിയൊക്കെ സമീപിക്കുമ്പോൾ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ വിധി വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ വ്യാജ സ്വദേശിവൽക്കരണം, സുരക്ഷാ നിയമലംഘനം, മനുഷ്യക്കടത്ത് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് രഹസ്യമായി പരാതി നൽകാമെന്നുള്ള മന്ത്രാലയത്തിന്റെ ഒരു പ്രഖ്യാപനം നിയമപാലനത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു തീരുമാനമാണ്. ചൂഷണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ച് മാന്യമായ തൊഴിൽ സാഹചര്യം സ്ഥാപിക്കാൻ പ്രവാസികളും നിയമ സംവിധാനവും ഒരുമിച്ച് മുന്നോട്ട് പോകണം. എന്തായാലും നിയമങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നാണ് അവസാനമായി പറയാനുള്ളത്. നിയമങ്ങളെ കുറിച്ച് അറിവില്ലായ്മയും അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതിരിക്കുന്നതും ഒക്കെ പല കുഴപ്പങ്ങളും പ്രവാസികളെ കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്.
ഇവിടെയും അതേറെ പ്രസക്തമാണ്. ഇത്തരം തൊഴിൽ ചൂഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ഏത് രാജ്യത്ത് പോയാലും എവിടെയാണ് ജീവിക്കുന്നതെങ്കിലും അവിടുത്തെ നിയമങ്ങൾ അറിയാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും യാതൊരു മടിയും കാണിക്കരുത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിൽ ഏജൻസികൾ ഉണ്ടാവും അവിടെ, അത് അവരെ സമീപിച്ച് അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ നേരിടാൻ സാധിക്കൂ.